സാധാരണ ഇപ്പോൾ കോടതികളെക്കുറിച്ച് കോടതികൾ തെറ്റ് പറയുമ്പോൾ അതാരും തുറന്നു പറയാൻ തയ്യാറാവില്ല കോടതിയെ പേടിച്ചിട്ട്. ഇപ്പോൾ ശബരിമലയിൽ സ്ത്രീകൾക്ക് 10 വയസ്സ് മുതൽ 50 വയസ്സിലുള്ള സ്ത്രീകൾക്ക് പോകാമെന്നുള്ള രീതിയിൽ സുപ്രീം കോടതി അത് ഭരണഘടനാ അവകാശമാണെന്ന രീതിയിൽ പറഞ്ഞു. ടീച്ചർ ഒരു പക്ഷേ അതിന് വ്യത്യസ്തമായൊരു അഭിപ്രായം പറയുകയുണ്ടായി. ഞാൻ വളരെ ശക്തമായിട്ട് അതിനെ എതിർക്കുന്നു. സുപ്രീം കോടതി പറഞ്ഞാലും അത് ശരിയല്ല എന്നേ എനിക്ക് പറയാനൊക്കെ ഉള്ളൂ. അത് മതപരമായ കാര്യമാണോ വേറെ എന്തെങ്കിലും ആണെന്നൊക്കെ ഉള്ളത് അപ്പുറമായിട്ട് എനിക്ക് പറയാനുള്ള പാരിസ്ഥിതികമായ പ്രശ്നമാണ് എനിക്ക് പറയാനുള്ളത്. ഓരോ പ്രദേശത്തിനെയും വാഹക ശേഷി എന്നുണ്ട്. ഒരു മനുഷ്യന് എത്ര കിലോ വെയിറ്റ് ജെയിംസിന് എടുക്കാൻ വെക്കും എന്ന് വെച്ചാൽ അതിനൊരു നമ്മുടെ അതിൻ്റെ കപ്പാസിറ്റിക്ക് ഒരു അളവുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് ഓരോ പ്രദേശത്തിനും അതിൻ്റെ വാഹക ശേഷി ക്യാരിയിങ് കപ്പാസിറ്റി എന്നൊന്നുണ്ട്. നമ്മുടെ ആ കൊച്ചു മലയ്ക്കും ആ വനപ്രദേശത്തിനും താങ്ങാവുന്നതിൻ്റെ 100 ഇരട്ടിയോ 1000 ഇരട്ടിയോ ആണ് ഇപ്പോൾ ഭക്തജന സഹസ്രങ്ങളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ലക്ഷക്കണക്കിന് പെണ്ണുങ്ങളും കൂടെ അവിടെ പോയാൽ പശ്ചിമഘട്ടത്തിൻ്റെ ആ പ്രദേശം മുഴുവൻ വെളുക്കും. അതുകൊണ്ട് സ്ത്രീകൾക്ക് തുല്യത എന്ന് പറഞ്ഞ് ഈ തള്ളിലും ഈ തിരക്കിലും ഈ ബഹളത്തിലും ഈ പാരിസ്ഥിതികമായി അതീവ ദുർബലമായി വനപ്രദേശത്തും ഇനി ലക്ഷക്കണക്കിന് മലയാളി പെണ്ണുങ്ങൾ മാത്രമല്ല തമിഴ്നാട് ആന്ധ്ര എല്ലാം ഇങ്ങനെ വരുമെന്ന് ഓർക്കുക. താങ്ങുമോ കേരളത്തിന്? താങ്ങുമോ പമ്പാ നദിക്ക്? ഇപ്പം തന്നെ വിസർജ്യങ്ങളുടെ ഒരു ഓടയാണ് പമ്പ. ഇതെന്തെന്നാണ്? ഇറ്റ്സ് ടൈഗർ സാങ്ച്വറി. അങ്ങോട്ട് ഇനി ഇത്രയും ലക്ഷങ്ങൾ അങ്ങോട്ട് പോകുന്നത് തന്നെ കൺട്രോൾ ചെയ്യണമെന്നാണ് ഞങ്ങളൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ലക്ഷക്കണക്കിന് പെണ്ണുങ്ങളും കൂടെ വരട്ടെ. പിന്നെ ആയിരക്കണക്കിനല്ല 10,000കണക്കിന് പോലീസുകാരെ അവിടെ നിർത്തണം, ഇവരുടെ പീഡനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, ഇവരുടെ സുരക്ഷയ്ക്ക്. ഇതൊക്കെ എന്താ മനസ്സിലാകാത്തത്? ഇത്രയും പ്രതിപാദനയായ ഒരു കവിയത്രി ഒരുപക്ഷെ ഈ ദുഃഖങ്ങളുടെ പിറകെ പോയപ്പോൾ ആക്ടിവിസ്റ്റ് ആയപ്പോൾ ഈ സ്വപ്ന ലോകത്ത് നിന്ന് അല്ലെങ്കിൽ ഒരുപാട് കവിതകൾ എഴുതാൻ ഒരുപാട് എഴുതി, പക്ഷേ അല്പമെങ്കിലും സമയം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഈ ദുരിത ലോകത്തെ പറ്റി തന്നെ ഞാൻ ഒരുപാട് എഴുതി. ഞാൻ കണ്ടിട്ടുള്ള അത്രയും ദുരിതങ്ങളും പാപങ്ങളും ശാപങ്ങളും മലയാളത്തിൽ ഒരു കവിയും ഒരു വലിയ എഴുത്തുകാരനും കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയധികം വൃത്തികെട്ട നരകങ്ങൾ കണ്ട കണ്ണാണ് എൻ്റേത്. അതുകൊണ്ട് എന്താ നഷ്ടം എന്ന് ചോദിച്ചാൽ, ഞാൻ കവിത ആദ്യം എഴുതിയില്ലെങ്കിൽ മലയാളത്തിനൊന്നും നഷ്ടമൊന്നുമില്ല. എത്രയോ പേര് എഴുതുന്നു, അതൊക്കെ മതി. കവിത മാത്രമല്ല, ജീവിതത്തിലെ സുഖം, ശാന്തി, സമാധാനം ഇതെല്ലാം നഷ്ടപ്പെട്ടു. അതൊക്കെ ശരിയാണ്. നേട്ടങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അതിൽ ഒരുപാട് പൊള്ളൽ മാത്രം. പിന്നെ ചില കുട്ടികളുടെയൊക്കെ മുഖത്തെ പുഞ്ചിരി കാണുമ്പോൾ ഒരു സന്തോഷം. അതിനപ്പുറമൊന്നും വലിയ നേട്ടമൊന്നുമില്ല. പിന്നെ ഇതെന്താണ്, വിജയമോ പരാജയമോ വിചാരിച്ചിട്ടല്ലല്ലോ, ഇതൊക്കെ ഒരു നിയോഗമാണ്. ഈ ദുരിതങ്ങളൊക്കെ കണ്ടിട്ട് എഴുതിയ കവിതകളിൽ മനസ്സിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കവിത ഏതായിരിക്കും? ടീച്ചർ വളരെ പ്രശസ്തമായ ഒരുപാട് കവിതകളുണ്ട്. കൃഷ്ണ നീ എന്നെ അറിയില്ല എന്നുള്ള അതുപോലെയുള്ള. എനിക്കതിപ്പോൾ ചൊല്ലാൻ ഓർമ്മ വരില്ല. എങ്കിലും ഒരു റെയിൽപാളത്തിൽ തണുത്ത പുലർവേളയിൽ റെയിൽപാളത്തിൽ ഒരനക്കം, നായയോ വണ്ടി തട്ടി ചാവാൻ കിടക്കയോ, കുനിഞ്ഞു നോക്കവേ കുഞ്ഞു മുഖമൊന്ന്. 2 കൈയും ഇങ്ങനെ പൊക്കുന്നു. എനിക്കെൻ്റെ പ്രോസ പറയാൻ ഒക്കുന്നുള്ളൂ, വരികൾ കാണാതെ ഓർക്കുന്നില്ല. 2 കൈയും ഇങ്ങനെ പൊക്കുകയാണ്. നോക്കിയപ്പോഴാണ് നഗ്നമായ ഒരു കുഞ്ഞു ഉടൽ, പെൺകുട്ടിയാണ്. അതിനെ 1.5 വയസ്സ് കഷ്ടിച്ചു വരും. അതിനെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊണ്ട് കളഞ്ഞിരിക്കുകയാണ്. ചാവാതെ അത് കിടക്കുകയാണ്. അതേപ്പറ്റി എൻ്റെ കവിത എഴുതിയിട്ടുണ്ട്. യഥാർത്ഥ സംഭവം. ഞാൻ ആ കുഞ്ഞിനെ കണ്ടിട്ടുണ്ട്. ഞാൻ റെയിൽപാളത്തിലല്ല, ഞാൻ ആശുപത്രി വെച്ചാണ് കണ്ടത്. മെഡിക്കൽ കോളേജിൽ വെച്ചാണ് ഞാൻ ആ കുഞ്ഞിനെ കണ്ടത്. രാത്രി പോയി രക്ഷപ്പെടുമോ എന്ന് നോക്കുകയായിരുന്നു. അതിൻ്റെ വയറ് വരെ പിളർന്നു പോയിരുന്നു ജെയിംസേ. അതിൻ്റെ മുഖം എല്ലാം കാർന്ന് തിന്ന പോലെ, ചുണ്ടെല്ലാം കടിച്ചു മുറിച്ച് ആ കുഞ്ഞിനെ കണ്ടിട്ട്. 1.5 വയസ്സുള്ള കുട്ടി, 1.5ക്ക് താഴെ ഉള്ളൂ, ഒരു മെലിഞ്ഞൊരു കൊച്ചു പെൺകുഞ്ഞ്. അതിനെപ്പറ്റി ഞാനിന്ന് ഒടുവിൽ എത്രയോ കാലം കഴിഞ്ഞ്, അപ്പോഴൊന്നും എനിക്ക് എഴുതാൻ ഒക്കില്ലായിരുന്നു, എനിക്ക് ഉറങ്ങാൻ ഒക്കില്ലായിരുന്നു.
പോയി കണ്ടിട്ട് വന്നിട്ട് പിറ്റേ വെളുപ്പാങ്കാലത്ത് ആ കുട്ടി മരിച്ചുപോയി. അപ്പോൾ എല്ലാം കാണുന്ന സൂര്യ, നിൻ കരമിങ്ങോട്ട് നീട്ടുക, ഇവളെ പാവമീ ചാവും പൂവിനെ തൊട്ടുറക്കുക, ഇവൾ ചാവട്ടെ എന്ന് പറഞ്ഞ് ഞാനൊന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ ചാവും മുമ്പേ ഒരു കാഴ്ച ഞാൻ കണ്ടു. അമ്മിഞ്ഞ നുകരും കണ്ണാൽ നിശബ്ദമിടിവെട്ടുപോൽ വാക്കുകളില്ലാതെ ദൈവം പോൽ നീ ശപിക്കുന്നു ഞങ്ങളെ. അമ്മിഞ്ഞ നുകരും ചുണ്ടാൽ നിശബ്ദം ഇടിവെട്ടുപോൽ കണ്ണുകളിങ്ങനെ ജ്വലിപ്പിച്ചു കനൽ പോലെ ആക്കി നീ ശപിക്കുന്നു ഞങ്ങളെ, ദൈവം ശപിക്കുന്ന പോലെ നീ ശപിക്കുന്നു ഞങ്ങളെ. ഓമനെ കണ്ടുപോയി ഞാൻ എന്ന് പറഞ്ഞ് ഞാൻ എഴുതിയിട്ടുണ്ട്. എൻ്റെ കവിതകളിൽ എനിക്ക് രണ്ടാമതൊന്ന് പറയാനോ വായിക്കാനോ ഒക്കാത്തൊരു കവിതയാണ്. അത് ചൊല്ലാൻ പറഞ്ഞ് ഞാൻ ചൊല്ലാറില്ല. അത് ഇങ്ങനെ എത്രയോ എഴുതി വനിതാ കമ്മീഷൻ. കൊല്ലേണ്ടത് എങ്ങനെയെന്നൊരു കവിതയുണ്ട്. ഒരമ്മ ചോദിക്കുക, എങ്ങനെയാണ് എൻ്റെ മകളെ ഒന്ന് കൊല്ലുക, എങ്ങനെയെങ്കിലും ഒന്ന് കൊല്ലണമല്ലോ, അധികം കഷ്ടപ്പെടുത്താതെ അവളെ ഒന്ന് കൊല്ലണമല്ലോ ഞാൻ മരിക്കുന്നതിന് മുമ്പ്. അതൊരു കവിതയോ ഭാവനയോ ഒന്നും അല്ല ജെയിംസേ, സംഭവിച്ചതാണ്. എത്ര പേര്, ഒരമ്മയിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ കാലം കഴിഞ്ഞ് ഞങ്ങളുടെ മക്കളെ എന്ത് ചെയ്യണം. എത്രയോ പേര് എത്രയോ വർഷം ചോദിച്ചു. ഒരു വളരെ ഉന്നതനായ ഒരു ജസ്റ്റിസ് എന്നോട് ചോദിച്ചു, സുഗതകുമാരി എൻ്റെ മകളെ ഒന്ന് കൊന്നു തരാൻ എന്താ വഴി, ആരുണ്ട്? അനാരോഗ്യമായ കുട്ടിയാണ്. എനിക്ക് ഞാൻ മരിക്കുന്നതിന് മുമ്പേ അവൾ മരിക്കണം, അതിനെന്താ ഒരു വഴിയെന്ന് ചോദിച്ചു. ഈ ചോദ്യം തന്നെ ചേരിയിലെ അമ്മമാരും ചോദിക്കാറുണ്ട്. റിട്ടാർഡഡ് കുട്ടികളെ പറ്റി മാത്രമല്ല, മാനസിക രോഗിയായി 10-30 വർഷം അമ്മ നോക്കുക. എൻഡോസൾഫൻ കുഞ്ഞുങ്ങളില്ലേ, അവരുടെ അമ്മമാരുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്ത് ചെയ്യണം അവരെയൊക്കെ, എന്ത് ചെയ്യണം? ഈ നിശബ്ദം ഇടിവെട്ടുപോൽ നീ ശപിക്കുന്നു ഞങ്ങളെ എന്ന് പറഞ്ഞ പോലെ അവരുടെയൊക്കെ ശാപമൊക്കെ നമ്മൾ ഏറ്റുവാങ്ങുകയാണ്. അവരെ നോക്കണ്ടേ? അവരെ നോക്കുക എന്ന് പറയുന്ന സമൂഹത്തിൻ്റെ ജോലിയല്ലേ? ഇപ്പോൾ ഈ 30-ാം വർഷത്തിൽ അഭയം അപേക്ഷിച്ചിരിക്കുകയാണ് വീണ്ടും. കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് വീണ്ടും ഗവൺമെൻറ്റിന് അപേക്ഷ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ജില്ലയിലും ഓരോ അഭയ കേന്ദ്രം, ശ്രദ്ധാഭവനം എന്നുള്ള പേരിൽ ഞങ്ങളിവിടെ ശ്രദ്ധാഭവനം നടത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ദൂർ ഗാവമേം എന്നൊക്കെ പറഞ്ഞ് പെണ്ണുങ്ങളൊക്കെ വരുന്നത്. അതുപോലുള്ള ശ്രദ്ധാഭവനങ്ങൾ 3 തലത്തിൽ, ഡേ കെയർ, ഷോർട്ട് സ്റ്റേ, ലോങ് സ്റ്റേ, ആ വിധത്തിൽ സർക്കാരിൻ്റെ സഹായത്തോടെ അവിടുത്തെ, ഞങ്ങൾക്കത് തുടങ്ങാനാവില്ല, 14 ജില്ലയിലും ഓരോന്ന്. ആർക്കും ക്രോണിക്കായി പോയവരെ നോക്കി ശുശ്രൂഷിച്ച് മെയിൻ സ്ട്രീമിൽ കൊണ്ടുവരാൻ ഒക്കാത്തവർക്ക് വേണ്ടി, ക്രോണിക്കായി പോയവർക്ക് വേണ്ടിയിട്ട് ഹോംസ് തുടങ്ങണം എന്ന് വീണ്ടും അപേക്ഷിച്ചിരിക്കണം. 30-ാമത്തെ വർഷത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞ് വീണ്ടും മീറ്റിംഗ് എല്ലാം കൂടി വലിയ നിവേദനമെല്ലാം കൊടുത്തിരിക്കുകയാണ്. ഇവിടെ കോടതിയെ കൊണ്ടും കൊടുപ്പിച്ചു. അതുകൊണ്ട് ചിലപ്പോൾ 2-3 എണ്ണമെങ്കിലും തുടങ്ങാൻ മുനീർ സാഹിബിന് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവസാനമായിട്ട് ടീച്ചറെ സംബന്ധിച്ച 80 വയസ്സ് കഴിഞ്ഞു. 81 കഴിഞ്ഞു. ഞാനൊരു വയസ്സ് കുറച്ച് പറഞ്ഞതാണ്. പക്ഷെ ടീച്ചറുടെ എന്താ പറയുക, ശാരീരികമായിട്ടുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ ടീച്ചർ എപ്പോഴും ആ ഊർജ്ജം, ഇവരെ സംരക്ഷിക്കാനുള്ള ഊർജ്ജം എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ടീച്ചർ ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്തിട്ടുള്ളത് പ്രകൃതിക്കും പെണ്ണിനും വേണ്ടിയാണ്. പ്രകൃതിയും ഒരു തരത്തിൽ ഭൂമി എന്ന് പറയുന്നത് ഭൂമി ദേവിയാണ്. അപ്പോൾ പെണ്ണിൻ്റെ മനസ്സറിഞ്ഞ് ഇത്ര കാലം പ്രവർത്തിച്ചു. ഇനി ഭാവി എന്താണ് അഭയയുടെ ഭാവിയോ? അത് സമൂഹം നിശ്ചയിക്കട്ടെ, നിങ്ങളെ കൂടെ നിശ്ചയിക്കൂ. ഞാനെന്താ 82-ാമത്തെ വയസ്സിൽ എനിക്ക് ഭാവിയെപ്പറ്റി ചിന്തിക്കാനൊന്നും കഴിവില്ല. അത് നിലനിൽക്കണം എന്ന് ഈശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നിലനിൽക്കും. നിലനിർത്തണം എന്ന് സമൂഹം ആഗ്രഹിക്കുന്നെങ്കിൽ നിലനിൽക്കും, ഇല്ലെങ്കിൽ പോകും, അത്രേ ഉള്ളൂ. അല്ല, ഒരു കാര്യം വളരെ വ്യക്തമല്ലേ, ഇപ്പോൾ സർക്കാർ ഗ്രാൻഡ് കൊണ്ടൊന്നും ഓടിക്കാൻ പറ്റാത്തൊരു സ്ഥാപനമാണത്. ഒരുപാട് സുമനസ്സുകളുടെ പിന്തുണയിലാണ് അഭയ മുന്നോട്ട് പോകുന്നത്. ആ ഒരു സ്നേഹവും കരുതലും കാരുണ്യവും ഉണ്ടാവില്ലേ? ജെയിംസേ, ഒരു കാര്യം ശ്രദ്ധിക്കണം. അഭയ എന്ന് വെച്ചാൽ അത് മതാതീതമായ ഒരു സംഘടനയാണ്. സെക്കുലറിസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കടലാസിൽ മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ. ഞങ്ങൾക്ക് കടലാസിലല്ല, ഞങ്ങളുടെ ജീവിതം അതാണ്, നമ്മുടെ ജീവിതം അതാണ്.
അഭയയിൽ വന്നു കയറുന്നവരെ പറ്റി മാത്രമല്ല, അഭയയുടെ ഭരണസമിതിയും പൂർണ്ണമായിട്ടും എല്ലാ മതത്തിൽപ്പെട്ടവരും, മനഃപൂർവ്വം ഞങ്ങൾ മതങ്ങളിൽ നിന്ന് ആളുകളെ തിരഞ്ഞെടുക്കുകയല്ല, ഞങ്ങളുടെ കൂടെ എല്ലാ മതത്തിൽപ്പെട്ടവരുണ്ട്, അവരെല്ലാം ചേർന്നതാണ്. എല്ലാ മതക്കാരും ജാതിക്കാരും. അതെ, അതുകൊണ്ട് അഭയയ്ക്ക് അത് ക്ഷീണവും ദൗർബല്യവും ഒരു വശത്താണെങ്കിലും ശക്തിയുമാണ്. കാരണം ആരുടെ വക? ക്രിസ്ത്യാനിയുടെ ആണോ? അല്ല. മുസ്ലിമിൻ്റെ ആണോ? ഹിന്ദുവിൻ്റെ ആണോ? ആരുടെ അല്ല. നോബഡീസ് ബേബി എന്ന് പറയുമല്ലോ, ആരുടെ? അപ്പോൾ ഒരു അനാഥ ശിശുവായി പോന്നു. 30 വയസ്സായി എങ്കിലും അച്ഛനാരെന്ന് ചോദിച്ചാൽ ഈശ്വരൻ. അമ്മയുണ്ടല്ലോ, ഈശ്വരൻ. അമ്മ എത്ര ദിവസം ഉണ്ട് ഇനി? എത്ര ദിവസം ഉണ്ട്? അതെ അതെ. അല്ല, ഇവരുടെ ഒരു പ്രാർത്ഥനയില്ലേ? ഇവരുടെ ഒരു പ്രാർത്ഥനയും സ്നേഹവും മുന്നോട്ട് നയിക്കില്ലേ? യയാതിയുടെ കഥ പറയേണ്ട കാര്യമില്ലല്ലോ. ഇത്രയൊക്കെ മതി. 30 വർഷമായി ഞാൻ ഇത്രയും പ്രവർത്തിച്ചു കഴിഞ്ഞ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ടീച്ചറുടെ ഒരു മാനസികാവസ്ഥ എന്താണ്? ഒരു ധന്യത, ഒരു ഇത്രയൊക്കെ ചെയ്യുമ്പോൾ എത്ര സങ്കടവും ദുരിതമുണ്ടെന്ന് പറഞ്ഞാലും ഇത്രയൊക്കെ ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു ധന്യതയില്ലേ? ധന്യത ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം ഞങ്ങൾ ജോലിയെടുക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാളും ഒരു 10 ഇരട്ടിയെങ്കിലും സമൂഹം മോശമായി കഴിഞ്ഞു, പ്രശ്നങ്ങൾ വർദ്ധിച്ചു കഴിഞ്ഞു. അപ്പോൾ ചെയ്തിട്ട് എന്താ ഫലം? പിന്നെ ഫലം പ്രതീക്ഷിച്ചുകൊണ്ടല്ലല്ലോ. പ്രകൃതിയെപ്പറ്റി പറയട്ടെ. പ്രകൃതിക്ക് വേണ്ടി 40 വർഷമായി പ്രവർത്തിക്കുന്നു, സൈലൻറ്റ് വാലി കാലം തൊട്ട്. ഇപ്പോഴും ആറന്മുള, സൈലൻറ്റ് വാലി തൊട്ട് ആറന്മുള വരെ. ഇനി ഇതിപ്പോൾ പശ്ചിമഘട്ടം മുഴുവനും പട്ടയം കൊടുത്ത് റെഡിയാക്കുകയാണ്. ഇല്ലീഗൽ പാറമടകൾ മുഴുവൻ ലീഗലൈസ് ചെയ്യുകയാണ്, വയൽ മുഴുവൻ നികത്തുകയാണ്, കുന്ന് മുഴുവൻ ഇടിക്കുകയാണ്. വികസനം മുകളിലോട്ട് വേണ്ടേ എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നു. മണ്ണിൽ കാലുറപ്പിച്ച് തറയിൽ നിന്ന് വേണം വികസനം. ഇത്തിരി അന്നം വേണം, ശുദ്ധമായ കുടിവെള്ളം വേണം, ശ്വസിക്കാൻ ശുദ്ധമായി വേണം. ഇതൊക്കെ വേണം മനുഷ്യന്. അതെല്ലാം കഴിഞ്ഞ് മതി വികസനം. മനസ്സിലാവില്ല പറഞ്ഞാൽ, ആർക്കും മനസ്സിലാവില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് നേടി? ഒന്നും നേടിയില്ല, ഒരുപാട് പുറകോട്ട് പോയി. കത്തോലിക്ക സഭാ വിശ്വാസികളുടെ എല്ലാം ഏറ്റവും ആരാധ്യനാണ് പോപ്പ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ഭൂമിയെ നമ്മളൊരു മാലിന്യ കൂമ്പാരമാക്കി മാറ്റിക്കഴിഞ്ഞു. നിലവിളിച്ചുകൊണ്ട് ഭൂമി ഇതാ സർവനാശത്തിലേക്ക് ഉരുളുകയാണ്. സഹിക്കാൻ ഒക്കില്ല ആ വാക്ക് കേട്ടാൽ. വൻ കോർപ്പറേറ്റുകൾ കാർന്ന് തിന്നുകയാണ് നമ്മുടെ കൊച്ചു ഭൂമിയെ. ഇതാരോട് പറയാൻ? ആര് ശ്രദ്ധിക്കും? അപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല. സർവനാശം വരുന്നു എന്ന് കാണാൻ ഞങ്ങൾക്കൊക്കെ സാധിക്കുന്നു. ഇല്ല എന്ന് ഭാവിക്കേണ്ട. എന്ത് സംഭവിക്കുമെന്ന് ശാസ്ത്രം തന്നെ വിളിച്ചു പറയുന്നു. കവിഭാവനയല്ല ഇത്, ശാസ്ത്രം ചൂണ്ടിക്കാണിക്കുന്നു ഇതാ ഇന്ന ആപത്തുകൾ വരുന്നു എന്ന്. അതുകൊണ്ട് ഞങ്ങളൊക്കെ ഞങ്ങളുടെ എളിയ പങ്ക് കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന ആവുന്നത് പോലെയൊക്കെ പ്രയത്നിച്ചു. അത് മതി. അത് ഫലം നൽകുന്നത്, വിജയം നൽകുന്നത് ആരെന്നുള്ളതിനെ പറ്റി ഒന്നും ആലോചിക്കേണ്ട ആവശ്യം പോലുമില്ല. അതൊക്കെ ഈശ്വരനിൽ സമർപ്പിക്കുന്നു എന്ന് മാത്രം. സുഗതകുമാരി ടീച്ചർ ഹൃദയം തുറന്ന് സംസാരിക്കുകയായിരുന്നു. കടലിൽ നിന്നാണ് ടീച്ചർ ഒരുപാട് ദുരിതങ്ങളുടെ, വിഷമത്തിൻ്റെ, ദൈന്യതയുടെ കഥ ഇവിടെ പറഞ്ഞത്. ഒരുപക്ഷെ കേരളത്തിൻ്റെ മലയാളിയുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന, ഒരുപക്ഷെ കരയിക്കുന്ന ഒരുപാട് സംഭവങ്ങളാണ് ഇവിടെ പങ്കുവച്ചത്. പ്രശസ്ത കവയിത്രിയാണ്, പരിസ്ഥിതി പ്രവർത്തകയാണ്. ഒരുപക്ഷെ കവിത എഴുതി വീട്ടിലിരുന്ന് ജീവിക്കാമായിരുന്ന ഒരു സ്ത്രീ. അവർ പാവപ്പെട്ടവർക്ക് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി, കാരുണ്യം ചോദിക്കുന്നവർക്ക് വേണ്ടി, അപരകൾക്ക് വേണ്ടി, പീഡനം അനുഭവിക്കുന്നവർക്ക് വേണ്ടി രംഗത്തിറങ്ങി 30 വർഷം ഒരു പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ചിരിക്കുന്നു. അഭയ ഇന്ത്യയിലെ ഏറ്റവും മികച്ച NGO ആയി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാരുണ്യത്തിൻ്റെ പ്രതീകമാണ് അഭയ എന്ന പ്രസ്ഥാനം. ഇനിയും മുന്നോട്ട് പോകട്ടെ. അതിനുള്ള ആരോഗ്യം, ശക്തി സുഗതകുമാരി ടീച്ചർക്കും അതിൻ്റെ പ്രവർത്തകർക്കും ഉണ്ടാവട്ടെ എന്ന ആശംസയോടെ ഈ സ്ട്രെയിറ്റ് ലൈൻ ഇവിടെ അവസാനിക്കുകയാണ്. സുഗതകുമാരി ടീച്ചർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.